ഹായ് വെൽക്കം ബാക്ക് ടു അഭിസുഷൻ. നമ്മൾ സാധാരണ നമ്മുടെ ഫോണിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ പലതരം അപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇതിനൊക്കെ നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ആരെങ്കിലും കൂടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ പാസ്വേഡ് നമ്മൾ അടിക്കുന്ന സമയത്ത് പാസ്വേഡ് നമുക്ക് അറിയാം, നമ്മൾ അടിക്കുന്ന സമയത്ത് അതൊരു ഡോട്ട് ഡോട്ട് ആയിട്ട് നമുക്ക് കാണിക്കുക. പക്ഷെ ആദ്യം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു എ അടിച്ചു കഴിഞ്ഞാൽ ഒരു എ ആദ്യം വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഡോട്ട് ആയിട്ട് മാറുക. അപ്പൊ അതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇത് കാണാൻ പറ്റും എന്തൊക്കെയാണ് പാസ്വേഡ് എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുക? അതായത് നമ്മൾ അടിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ വെറും ഡോട്ട് മാത്രം വരുന്ന രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ബസ്സിലൊക്കെ പോകുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് കൂടെയുള്ള ആളുകൾക്ക് പാസ്വേഡ് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഒഴിവാക്കാനുള്ള ഒരു അടിപൊളി ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ട് ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഇത് എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ആണ്. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതായത് നമ്മുടെ ഫോണിലുള്ള പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാനിവിടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ താഴെ പാസ്വേഡ് കൊടുക്കുകയാണ്. നിങ്ങൾ ഏതൊരു ആപ്പ് ആണെങ്കിലും നമ്മൾ പാസ്വേഡ് കൊടുക്കണം അല്ലേ? പക്ഷെ ഈ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ പാസ്വേഡ് നമുക്ക് ഡോട്ട് ഡോട്ട് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ആദ്യം അടിക്കുന്ന ലെറ്റർ ആദ്യം കാണുന്നുണ്ട്, കണ്ടതിന് ശേഷമാണ് പിന്നെ ഡോട്ട് ആയിട്ട് മാറുന്നത്. അപ്പൊ നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഇരിക്കുന്ന ആളുകൾ ബസ്സിലാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഇത് ആരെങ്കിലും ഒന്ന് ഒളിഞ്ഞു നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ വെറും ഡോട്ട് ഡോട്ട് ആയിട്ട് മാറാൻ അപ്പം ബാക്കിയുള്ള ആർക്കും മനസ്സിലാവില്ല അല്ലെ? ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ? സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു സെറ്റിംഗ്സ് നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അത് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിൽ ആ സെർച്ച് ഓപ്ഷൻ ഉണ്ടല്ലോ, ആ സെർച്ച് ഓപ്ഷനിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഷോ പാസ്വേഡ്സ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഷോ പാസ്വേഡ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഷോ പാസ്വേഡ് എന്ന് കൊടുക്കുമ്പോഴേക്ക് തന്നെ വരുന്നുണ്ട് ഷോ പാസ്വേഡ്സ്. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോ പാസ്വേഡ്സ് ഒന്ന് ടൈപ്പ് ചെയ്യുക, അതിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അതിന്റെ ഷോ പാസ്വേഡ്സിന്റെ ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ടിട്ട് ആ ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ ഷോ പാസ്വേഡ്സ് ഓൺ ആയി കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാണ്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. കാരണം അത്ര യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണിത്. നമ്മൾ എന്ത് ചെയ്തു? ഷോ പാസ്വേഡ്സ് ഓഫ് ചെയ്തിട്ടു. ഇനി നമുക്ക് ഏത് കാലാവസ്ഥയിലും ഏത് ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ ധൈര്യമായിട്ട്. ഷോ പാസ്വേഡ്സ് ഞാൻ ഓഫ് ചെയ്ത് കാണിച്ചു തരാണ്. അപ്പൊ നമ്മൾ കണ്ടു, ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യാണ്. നിങ്ങൾ നോക്കൂ, കണ്ടോ? കൃത്യമായി ഞാൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിക്കുന്ന ക്യാരക്ടർ കാണുന്നില്ല. അതിന് പകരം എന്താ കാണുന്നത്? നമ്മള് അടിക്കുന്ന അതിലൊക്കെ ഡോട്ട് ഡോട്ട് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ആരെ മുന്നിൽ നമുക്ക് ഒരു പേടിയും കൂടാതെ നമുക്ക് പാസ്വേഡുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പലർക്കും ഈ ഒരു ഓപ്ഷൻ അറിയാത്തതാണ്.